വെൽക്കം ബാക്ക് ടു ആർഗനാക്സ്. ഇറ്റ്സ് മീ വടകൻ. എടാ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ്, ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ്, ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലേ. യെസ്, നമ്മൾ ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരുന്ന ഒരു ചാപ്റ്ററാണ് ജോമെട്രി ആൻഡ് അൽജിബ്ര എന്ന് പറയുന്നത്. എന്നാൽ ഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു ചാപ്റ്റർ ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ മുഴുവൻ കോൺസെപ്റ്റും ഈ ഒറ്റ വീഡിയോയിൽ സെറ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. യെസ്, ഏതാണ് ചാപ്റ്റർ? ജോമെട്രി ആൻഡ് അൽജിബ്ര. മലയാളം മീഡിയക്കാര് പറയും ജാമിതീയവും ബീജഗണിതവും എന്ന് പറയുന്ന 11ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. യെസ്, ഒന്നുമല്ല, ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു പാരലലോഗ്രാമിനെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാ? പാരലലോഗ്രാം. യെസ്, ഈ പാരലലോഗ്രാമിലുണ്ടല്ലോ മക്കളെ, ഇവിടെയുള്ള പോയിന്റ് ഞാൻ x1 എന്നും y1 എന്നും വിളിച്ചു. x1, y1 എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? x1, y1. ഇവിടെയുള്ള ഈ ഒരു പോയിന്റിനെ നമ്മൾ x2, y2 എന്ന് വിളിച്ചു. ഡൗട്ട് ഉണ്ടോ? ഇവിടത്തെ പോയിന്റിനെ നമ്മൾ x3, y3 എന്ന് വിളിച്ചു. ഇവിടത്തെ പോയിന്റിനെ നമ്മൾ x4, y4 എന്ന് വിളിച്ചു. ഡൗട്ട് ഉണ്ടോടാ? ഈ പറയുന്ന 4 പോയിന്റുകൾ തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ട്. എന്തുണ്ട്? ഒരു അവിഹിതമുണ്ട്. എന്താണ് അവിടുത്തെ അവിഹിതം നോക്കിയേ. ഇവിടെ ഉണ്ടല്ലോ മക്കളെ, ഓപ്പോസിറ്റ് ഉള്ള രണ്ടെണ്ണവും ആഡ് ചെയ്താൽ, അതായത് ഇതും ആഡ് ചെയ്താൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതും ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. യെസ്, അത്രയേ ഉള്ളൂ. ദാ നോക്കിയേ, x1 പ്ലസ് x3 എന്ന് പറഞ്ഞാൽ x2 പ്ലസ് x4 ഈക്വൽ ആയിരിക്കും. ഇതുപോലെ തന്നെ y1 പ്ലസ് y3 ആഡ് ചെയ്താൽ എന്തായിരിക്കും? y2 പ്ലസ് y4 ആയിരിക്കും. ണ്ടോ? പരീക്ഷയ്ക്ക് ഇതെങ്ങനെ ചോദിക്കാന്ന് പറയും മക്കളെ. പരീക്ഷയ്ക്ക് ഇതിൽ ഏതെങ്കിലും ഒരു 3 എണ്ണം തരും, 4ാമത്തത് നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെ? ഇപ്പതാ ഇതും തന്നു, ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം. യെസ്, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാലോ. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. സംഭവം ഇത്രയേ ഉള്ളൂ. സാർ ഒരു ലൈൻ വരയ്ക്കുന്നു, കുഴപ്പമില്ലല്ലോ. ഈ ലൈനിന്റെ രണ്ടറ്റത്തുള്ള പോയിന്റുകൾ ഇതാ, ഇത് x1, y1 എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് വിചാരിക്കാം. ഈ പോയിന്റ് x2, y2 എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 2 പോയിന്റുകളുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാവുന്നതാണ് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. ഇതിന്റെ മിഡ് പോയിന്റ് എങ്ങനെയാടാ കണ്ടുപിടിക്കുക? മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. എക്സും കൂട്ടുക ബൈ 2, വൈയും കൂട്ടുക ബൈ 2. അതായത് ഇവിടെ നോക്കിയേ, ഇവിടത്തെ എക്സും കൂടി കൂട്ടുക ബൈ 2, ഇവിടത്തെ വൈയും കൂടി കൂട്ടുക ബൈ 2. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെയ്തേ, പറഞ്ഞേ, x1 പ്ലസ് x2 ബൈ 2, അടുത്തെന്താടാ? y1 പ്ലസ് y2 ബൈ 2. ഇവിടുത്തെ പോയിന്റ് കിട്ടി. ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് എന്താക്കാം? മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അടുത്തത് റേഷ്യോ. വളരെ സിമ്പിൾ ആണ്, എന്നാൽ കുട്ടികൾക്ക് പലർക്കും പല ഡൗട്ടുകൾ ഉണ്ടാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഈ ഒരു ലൈൻ ഉണ്ട്. ഈ ഒരു ലൈനിൽ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് x1, y1 ആണെന്ന് വിചാരിക്കാം. ഇപ്പുറത്തുള്ള പോയിന്റ് x2, y2 ആണെന്ന് വിചാരിക്കാം. കുഴപ്പമില്ലല്ലോ. ഈ 2 പോയിന്റിന്റെ ഇടയിൽ നമ്മൾ ഒരു പോയിന്റിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെന്താക്കുന്നു? ഈ ഒരു ലൈനെ നമ്മൾ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുന്നു. ഈ കട്ട് ചെയ്യുന്ന പോയിന്റ് എക്സും വൈയും ആണെന്ന് വിചാരിക്കാം. ഇതിനെ കട്ട് ചെയ്ത റേഷ്യോ ഏതാണെന്ന് അറിയോ മക്കളെ? m:n എന്ന് പറയുന്ന റേഷ്യോ ആണ്. ഏതാണ്? m:n എന്ന് പറയുന്ന റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇവിടെ നമുക്ക് ഈ പറയുന്ന എക്സും വൈയും, ഈ എക്സും വൈയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് സിമ്പിൾ. എക്സ് ഈസ് ഈക്വൽ ടു, എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നറിയോ? mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n. എക്സ് കിട്ടി. ഇതുപോലെ തന്നെ വൈയും കണ്ടുപിടിക്കാം. y ഈസ് ഈക്വൽ ടു my2 പ്ലസ് ny1 ബൈ m പ്ലസ് n. പരിപാടി കഴിഞ്ഞു. കുഴപ്പമുണ്ടോ? സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, സ്ലോപ്പ് ഓഫ് എ ലൈൻ. എന്താണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ? എടാ, ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ലൈനിന്റെ ചെരിവ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ചെരിവ്. അതിന് നമുക്ക് ഇവിടുത്തെ പോയിന്റ് x1, y1 എന്ന് പറയുന്ന പോയിന്റും, അതുപോലെ തന്നെ ഇവിടുത്തെ പോയിന്റ് x2, y2 എന്ന് പറയുന്ന പോയിന്റും തന്നിട്ടുണ്ടാവും. 2 പോയിന്റ് തന്നിട്ടുണ്ടാവും. ഒരു ലൈനിലുള്ള ഏതെങ്കിലും 2 പോയിന്റുകൾ എടുത്തിട്ടാണ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ടത്. സോ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, സ്ലോപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് m വെച്ചിട്ടാണ്.
എം എന്ന് പറയുന്നത് സ്ലോപ്പാണ്. ഈ എം എന്ന് പറയുന്ന സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറയുക മക്കളെ? വളരെ ഈസിയാണ്. ഇത്രയേ ഉള്ളൂ പരിപാടി. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. കഥം, പരിപാടി കഴിഞ്ഞു. സ്ലോപ്പ് കിട്ടി, എന്ത് കിട്ടി? സ്ലോപ്പ് കിട്ടി, എന്ത് കിട്ടി? സ്ലോപ്പ് കിട്ടി. യെസ്, ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇനിയാണ് ഇക്വേഷൻ ഓഫ് ലൈനിലേക്ക് പോകുന്നത്. ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലൈനിന്റെ ഇക്വേഷനിലെ ഒരു പോയിന്റ്, ഈ ഒരു ലൈൻ, ഇപ്പൊ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾ നോക്കി, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിച്ചോ, ഈ ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും, അതിന് നമ്മൾ x1 y1 എടുക്കും. കുഴപ്പമില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താണെന്നറിയോ? ഈ പറയുന്ന x1 y1 നിങ്ങൾക്ക് അറിയാം. ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എം ആണെന്നും വിചാരിച്ചോളി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ ഓഫ് ലൈന് ഫോം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താണെന്നറിയോ? വളരെ ഈസിയാണ്. ദാറ്റ് ഈസ് എം ഇൻറ്റു എക്സ് മൈനസ് x1 ഈസ് ഈക്വൽ ടു y മൈനസ് y1. പരിപാടി കഴിഞ്ഞു. ഈ ഇക്വേഷനിലേക്ക് x1ഉം y1ഉം എമ്മും എന്താണെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്ത് കിട്ടി? ഇക്വേഷൻ ഓഫ് ലൈന് കിട്ടി. ഇനി ഈ ടോപ്പിക്കിൽ, ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്. സാർ ഒരു വട്ടം വരച്ചു. എന്ത് വരച്ചു? വട്ടം വരച്ചു. ഈ വട്ടത്തിന് സെന്ററിൽ അങ്ങനെ കേന്ദ്രത്തിലായിട്ട് ഒരു സെന്റർ ഉണ്ട്. ഈ സെന്ററിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് a, b എന്നാണ്. എന്താ പേര് വിളിക്കുന്നത്? a, b എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണെന്ന് വിചാരിക്കുക. ഈ സെന്ററിൽ നിന്നും സാർ സർക്കിളിലേക്ക് ഒരു ലൈൻ വരച്ചു. എന്ത് വരച്ചു? ലൈൻ വരച്ചു. ഈ ലൈനിന് പറയുന്ന പേരെന്താടാ? റേഡിയസ്. റേഡിയസ് ആരം. ഈ പറയുന്ന വൃത്തത്തിൽ പോയി തട്ടുന്ന സ്ഥലത്ത് ഒരു പോയിന്റ് ഉണ്ടാവില്ലേ, ആ പോയിന്റിനെ നമ്മൾ എക്സ് കോമ വൈ എന്നും വിളിക്കുകയാണെങ്കിൽ മക്കളെ ഈ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയോ? ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പറഞ്ഞേ എക്സ് മൈനസ് എ ഓൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഓൾ സ്ക്വയർ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത്. സോ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യാനുള്ളത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് സാർ അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. അതുവരേക്കും ഇറ്റ്സ് മീ വടകൻ സൈനിങ് ഓഫ് ഫ്രം ആർക്കിനെക്സ്. ബൈ, സീ യു ലേറ്റർ.